വൃത്തിയായിട്ട് കേൾക്കാം. ആദ്യമായിട്ട് സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള ഒരു യൂണിറ്റാണ് LF യൂണിറ്റ്. വളരെ ചുരുക്കം ആൺകുട്ടികൾ മാത്രമേ നമുക്ക് LF യൂണിറ്റിലുള്ളൂ. ഏറ്റവും ശക്തരായ സ്ത്രീ അംഗങ്ങളുള്ള ഒരു യൂണിറ്റാണ് LF യൂണിറ്റ്. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു യൂണിറ്റ് കൂടിയാണ് LF യൂണിറ്റ്. സ്ത്രീകളെ കൊണ്ട് ഇത്രയും വലിയ ശക്തമായ ഒരു യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്ന് തെളിയിച്ച യൂണിറ്റാണ് LF യൂണിറ്റ്. ആ LF യൂണിറ്റില് ഇത്രയും ശക്തരായ സ്ത്രീകളെയാണ് ഇവിടെ ഇരിക്കുന്ന ഡയറക്ടർ അച്ഛൻ വെല്ലുവിളിക്കുന്നത്. അത് ആരോടാണ് വെല്ലുവിളിക്കുന്നതെന്ന് ഒന്നുകൂടി ആലോചിച്ച് വെല്ലുവിളിക്കണം. 2012 മുതൽ ഇന്നീ കാലഘട്ടം വരെയും ഇറങ്ങിത്തിരിച്ച ഒരു വഴിയിലും പിന്നോട്ടൊരു കാല് പോലും വെക്കാൻ ഇടവരാത്തൊരു സംഘടനയാണ് UNA എന്ന് പറയുന്ന സംഘടന. ഇന്ന് ഈ നിമിഷം ഈ അവസ്ഥയിൽ സംഘടന ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി 36ഓളം രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് കിടപ്പുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ: നമ്മുടെ ഒത്തൊരുമ, നമ്മുടെ ഉറച്ച വിശ്വാസം, നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ. അതുപോലെ നമ്മൾ എടുത്ത ഉറച്ച തീരുമാനമാണ് ഒരു ദിവസത്തേക്ക് 1333 രൂപ ദിവസവേതനം എന്നുള്ളത്. അത് കൂടുതലാണോ സുഹൃത്തുക്കളെ? അത് കൂടുതലാണോ? 1333 രൂപ എന്ന് പറയുന്നത് കൂടുതലല്ല. നിങ്ങൾക്കറിയാം, മറ്റൊരു തൊഴിലിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. സാധാരണ ഏതൊരു തൊഴിലിന് പോയാലും നമുക്ക് കിട്ടും മിനിമം 1000 രൂപ മുതൽ 1500 രൂപ വരെ, രാവിലെ മുതൽ രാത്രി വരെ. പല ആശുപത്രികളിലും ഈ ഷിഫ്റ്റ് ഡ്യൂട്ടി സമ്പ്രദായങ്ങൾ നിലവിൽ പോലും വന്നിട്ടില്ല. ഇനി നിലവിലുള്ള ആശുപത്രികളിൽ തന്നെ കൃത്യം സമയങ്ങളിൽ എത്ര പേര് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്? 6 മണിക്കൂർ, 6-12 എന്നാണ് നമ്മുടെ ഡ്യൂട്ടി ടൈം. എത്ര പേർക്ക് 6 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ സാധിക്കുന്നു? 6 മണിക്കൂർ പോട്ടെ, 8 മണിക്കൂർ പോട്ടെ, 10 മണിക്കൂർ കഴിഞ്ഞ് കൃത്യമായി ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി തന്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു? ഒരാളെങ്കിലും കൈവക്കും. ഒരാൾക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ഈ സ്ഥിതി മാറണ്ടേ? മേലാളന്മാർക്കും മുതലാളിമാർക്കും മാത്രം നല്ല ജീവിത രീതി മതിയോ? തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കും നല്ലൊരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണ്ടേ? ഇന്നലെ ഒരു ഡോക്ടർ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഞാൻ കേട്ടു. അതായത് ഈ ശമ്പള വർധന ഉണ്ടായാൽ ഡോക്ടർമാരും നഴ്സുമാരും തമ്മിലുള്ള അന്തരം കുറയും, അതുകൊണ്ട് അവർക്കത് കൊടുക്കരുത് എന്ന്. എങ്ങനെയുണ്ട്? പുറം രാജ്യങ്ങളില് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ ഏകദേശം ഒരേ സാലറി, ഒരേ പ്രിവിലേജ്, ഒരേ വിലയാണ്. എല്ലാവരെയും ഒരേ തട്ടിലാണ് കാണുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് ഇങ്ങ് കേരളത്തിൽ മാത്രം ഡോക്ടർമാരങ്ങ് കൊമ്പത്തും നഴ്സുമാരങ്ങ് കുപ്പത്തൊട്ടിയിലുവാ. എന്താ ഈ അവസ്ഥ? മാറണ്ടേ? നമ്മൾ കുപ്പത്തൊട്ടിയിൽ കിടക്കേണ്ടവരാണോ? ഈ കിടക്കുന്ന രോഗികളെയും ഈ കിടക്കുന്ന ആൾക്കാരെയും മൊത്തം ശുശ്രൂഷിക്കുന്നതും അവരുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നതും ആരാ? നമ്മളല്ലേ? അതെ. അപ്പൊ നമുക്കൊരു ജീവിത സാഹചര്യം മെച്ചപ്പെടണ്ടേ? നമ്മൾ ചോദിക്കുന്നത് എന്താ? നിങ്ങൾ മേടിക്കുന്ന ഒരു ദിവസം നഴ്സിംഗ് കെയർ എന്ന പേരിൽ നിങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിന്റെ വിഹിതത്തിന്റെ 1%, അതായത് നമ്മൾ ഈ ചോദിച്ച പൈസ കണക്കൂട്ടുമ്പോ അവര് മേടിക്കുന്ന പൈസയുടെ 40% പോലും ആകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മനസ്സിലായോ? അതായത് ഒരു ദിവസം ഒരു പേഷ്യന്റിന് മേടിക്കുന്ന നഴ്സിംഗ് കെയറിന്റെ 40% പോലും ആകുന്നില്ല നമ്മുടെ ഈ ശമ്പളം. അത് തരാനാണ് മാനേജ്മെന്റ് ഇപ്പോ പറയുന്നത്. നഴ്സുമാർക്ക് ഈ ശമ്പളം കൊടുത്താൽ ഞങ്ങൾക്ക് രോഗികളുടെ ഫീസ് കൂട്ടേണ്ടി വരും. ഇപ്പൊ മേടിക്കുന്നതിന്റെ ഒരു പങ്ക് തന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് കൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനു കൂട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ചോദിക്കുന്നത് ഞങ്ങൾ ചെയ്ത വിയർപ്പിന്റെ, ഞങ്ങളുടെ അധ്വാനത്തിന്റെ കൂലിയാണ്. അത് തരാൻ എന്തിനീ മടി കാണിക്കുന്നു? ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും വെള്ളക്കുപ്പായം ഇട്ടവരാണ്. ഈ വെള്ളക്കുപ്പായത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തിനീ ദ്രോഹം വെള്ളക്കുപ്പായമിട്ട ഞങ്ങളോട് കാണിക്കുന്നു? ചോദിക്കുന്നത് ശരിയല്ലേ? അവർക്ക് മനസ്സിലാക്കിക്കൂടെ? എപ്പോഴും പറയും ചാരിറ്റി ആശുപത്രിയാണ്,
ഈ ചാരിറ്റി ആശുപത്രിയാണ്, ഇവിടെ ഒന്നും കിട്ടാനില്ല. പറയുന്നു വർഷാവർഷം ബിൽഡിങ്ങുകൾ പൊങ്ങുന്നുണ്ട്, ഒരു കുറവില്ല. ചാരിറ്റി ഉണ്ടാക്കിയിട്ടാണോ? ആണോ? അതൊക്കെ ഉണ്ടാക്കാൻ കാശുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കുന്നവന് ശമ്പളം കൊടുക്കാൻ കാശില്ല. ആ ശമ്പളം ചോദിക്കുമ്പോൾ മാത്രം എച്ചിക്കണക്ക് പറയാണ്, കാശില്ലേ. എന്തേത്? ഈ അവസ്ഥ മാറണം. ഈ അവസ്ഥ മാറി നമ്മൾക്ക് മാന്യമായ ഒരു ശമ്പളം കിട്ടുന്നത് വരെ ഞങ്ങൾ പറഞ്ഞു, ഈ വെയിലത്താണ് ഇരിക്കുന്നത്. തീയിൽ കുരുത്ത പ്രസ്ഥാനമാണ്. അത് വെയിലേറ്റാൽ വാടില്ല. അത് വാടാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീജനങ്ങളും ഒരു യുവന്യ പ്രവർത്തകനെ കൊണ്ടും അത് മാറില്ല. അത് മാറ്റിയെടുക്കാൻ മറ്റൊരു സംഘടനയാണ് KPHA പോലുള്ള ഏത് കൊമ്പത്തെ രാജാവ് വിചാരിച്ചാലും അത് നടക്കില്ല. അതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഞങ്ങൾ ചോദിച്ച വ്യവസ്ഥകൾ അംഗീകരിച്ച് ഞങ്ങൾക്ക് ശമ്പളം തരൂ. നിങ്ങളുടെ ആശുപത്രിയിൽ ഞങ്ങൾ ജോലി ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ്. അല്ലേ? അപ്പോ നമ്മുടെ സമരം ശക്തമായി തന്നെ തുടരും. ഞങ്ങളുടെ ആവശ്യങ്ങൾ ലളിതമാണ്. ആ ലളിതമായ ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു തരുന്നതാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലത്. അപ്പോ എല്ലാവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ. ജയ് UN.